ഇന്ന് ഞാനൊരു അടിപൊളി മത്തൻ കുമ്പളങ്ങ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടി ഞാൻ മത്തൻ കഷ്ണങ്ങളാക്കി മുറിച്ച് അങ്ങനെ അടുപ്പത്ത് വെച്ച് അത് വേവാൻ വെച്ചു. അങ്ങനെ അത് നന്നായിട്ട് വേകണം കേട്ടോ. അതിന് ശേഷം കുറച്ച് വെല്ലം എടുത്തു. വെല്ലപ്പൊടിയാണ് കേട്ടോ, വെല്ലം പൊടി. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു. അതിനിടയിൽ ദേ മത്തൻ വെന്തോ നോക്കി. ഈ മത്തൻ വെന്ത് കഴിഞ്ഞാൽ എന്ത് വേണം വെച്ചാൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. മത്തൻ നന്നായിട്ട് ഉടയ്ക്കണം, മത്തൻ പീസൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അതിന് ശേഷം അപ്പോഴേക്കും വെല്ലം നന്നായിട്ട് ഉരുകിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതേ മത്തൻ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തു. അങ്ങനെ ഞാൻ മത്തനെ നന്നായിട്ട് ഉടച്ചെടുത്തു. പിന്നെ അതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കുറച്ച് നുറുക്ക് ഗോതമ്പും എന്ന് വെച്ചാൽ നമ്മുടെ റവ പോലത്തെ നുറുക്ക് ആണ് കേട്ടോ. ഇത് രണ്ടും കൂടി എടുത്തു. അതിനിടയിൽ ഇതേ മത്തൻ വെന്തതേ ഞാൻ അതിനെ ഉടച്ചവിടെ വെച്ചു. ഇതേ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്ത് ഈ അരിപ്പൊടിയും ഈ നുറുക്ക് ഗോതമ്പും കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അങ്ങനെ ആ പൊടിച്ച പൊടിയും കൂടി ഈ മത്തനിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ഈ വെല്ലം ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെല്ലം ഉരുക്കിയത് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മുടെ ആ ചെറു തീയിലങ്ങ് ഇളക്കി കൈ വിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി ഇങ്ങനെ കുറുകി വരും. നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ അകത്തോട്ട് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് പല വിധത്തിലുണ്ടാക്കാം. ഞാൻ ഒരുപാട് സ്റ്റൈലിൽ ഈ പായസം ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി പായസം റെഡി.